നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ഗ്രീൻ ബട്ടൺ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്ക് പുറത്തിറക്കി. ശുചിത്വ മിഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസും സംയുക്തമായി തയ്യാറാക്കിയ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഇതോടൊപ്പം ഹരിതചട്ട പാലനത്തിനുള്ള ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ ലോഗോയും പുറത്തിറക്കി. ഹാൻഡ്ബുക്കുകൾ സംസ്ഥാനത്തെ ജില്ലാ വരണാധികാരികൾക്കും റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് ലഭ്യമാക്കും. ഓൺലൈൻ പതിപ്പ് എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനുള്ള QR കോഡും തയ്യാറായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ, പുനരുപയോഗ വസ്തുക്കളുടെ പ്രചാരം വർദ്ധിപ്പിക്കൽ, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കൽ എന്നിവയ്ക്കായുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിന്റിങ്ങിനായുള്ള ബാനറുകൾ, പ്രചാരണ സാമഗ്രികൾ എന്നിവയിൽ PVC ഫ്ലക്സ് പോലെയുള്ള നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരമുള്ള പോളി എത്തിലീൻ ഷീറ്റുകൾ, 100% കോട്ടൺ തുണി തുടങ്ങിയവ ഉപയോഗിക്കണം. പ്രചാരണ യോഗങ്ങളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആവരണമുള്ള പ്ലേറ്റ്, പേപ്പർ കപ്പ് തുടങ്ങിയവയും ഒഴിവാക്കണം. ഗ്രീൻ ബട്ടൺ ക്യാമ്പയിൻ മുഖേന വോട്ടർമാരിലും രാഷ്ട്രീയ പാർട്ടികളിലും ഹരിത ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും അതുവഴി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ രാജ്യത്തിനാകെ മാതൃകയായ പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പാക്കി മാറ്റുകയുമാണ് ലക്ഷ്യം. ചടങ്ങിൽ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ജെറോമിക് ജോർജ്, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനു ഫ്രാൻസിസ്, ചീഫ് അഡീഷണൽ ഇലക്ടറൽ ഓഫീസർ ഷർമിള സി നായർ, തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഹമ്മദ് ഹുവൈസ്, ശുചിത്വ മിഷൻ ഡയറക്ടർ ഓപ്പറേഷൻസ് ജഹാംഗീർ, സീനിയർ കൺസൾട്ടന്റ് PS രാജശേഖരൻ, കപ്പാസിറ്റി ബിൽഡിംഗ് എക്സ്പേർട്ട് അമീർ ഷാ, IEC പ്രോഗ്രാം ഓഫീസർ വിജീഷ് S എന്നിവർ പങ്കെടുത്തു. 2026 കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പാർട്ടികൾ നൽകുന്ന രാഷ്ട്രീയ പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ, പെയ്ഡ് വാർത്തകളുടെ നിരീക്ഷണം എന്നിവ സംസ്ഥാന തലത്തിൽ അഡീഷണൽ CEO PB നൂഹ് അധ്യക്ഷനായ 4-അംഗ സംസ്ഥാനതല കമ്മിറ്റി നിർവഹിക്കും. കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പുനഃപരിശോധന ആവശ്യമെങ്കിൽ CEO ചെയർമാനായ അപ്പലേറ്റ് കമ്മിറ്റിക്ക് അപ്പീൽ നൽകാവുന്നതാണ്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് 3 ദിവസം മുൻപും രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികളും വ്യക്തികളും പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് 7 ദിവസം മുൻപും അപേക്ഷകൾ കമ്മിറ്റിക്ക് സമർപ്പിക്കണം. സർട്ടിഫിക്കേഷനുള്ള അപേക്ഷകൾ നിശ്ചിത മാതൃകയിൽ ഇലക്ട്രോണിക് രൂപത്തിൽ പരസ്യത്തിന്റെ 2 കോപ്പി, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ ട്രാൻസ്ക്രിപ്റ്റിന്റെ 2 കോപ്പി എന്നിവ സഹിതം MCMC കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. കമ്മിറ്റി പരിശോധിച്ച് മാറ്റം നിർദ്ദേശിക്കുന്ന പരസ്യങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗീകാരത്തിനായി കമ്മിറ്റി മുൻപാകെ പുനഃസമർപ്പിക്കണം. കമ്മിറ്റി അംഗീകാരം ലഭിക്കാത്ത പരസ്യങ്ങൾ നൽകുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് നിലവിൽ വന്ന അപേക്ഷകൾ പരിശോധിച്ച് അർഹമായവയ്ക്ക് അംഗീകാരം നൽകുകയും മാറ്റങ്ങൾ ആവശ്യമുള്ളവ സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി മുമ്പാകെ പരിഗണിക്കുന്നതിനായി രാവിലെ 11 മണിക്കുള്ളിൽ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന പക്ഷം AI ജനറേറ്റഡ് എന്ന് ദൃശ്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും സഹകരണം ഉണ്ടാവണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിസ്ഥാന വിവരങ്ങൾക്കും സഹായങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷന്റെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ സജ്ജം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾക്കും സമ്മതിദായകർക്കും കൃത്യമായ വിവരങ്ങളും സഹായവും നൽകിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഒരുങ്ങി. സുവിധ പോർട്ടൽ, എൻകോർ, C-വിജിൽ, സക്ഷം എന്നിങ്ങനെയുള്ള ഈ ആപ്ലിക്കേഷനുകൾക്കൊപ്പം തന്നെ ഇവയുടെ വെബ് പോർട്ടലുകളും ഉപയോഗപ്പെടുത്താം. സുവിധ പോർട്ടൽ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണിത്. സ്ഥാനാർത്ഥികൾക്ക് ഓൺലൈനായി നാമനിർദ്ദേശം കൊടുക്കാനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉച്ചഭാഷിണി ഉപയോഗം, റാലി നടത്തൽ എന്നിവയ്ക്ക് അനുമതി തേടാനും സുവിധ പോർട്ടൽ ഉപയോഗപ്പെടുത്താം. എൻകോർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകേണ്ട എല്ലാ പ്രക്രിയകളും നാമനിർദ്ദേശം, സൂക്ഷ്മ പരിശോധന, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം മുതലായവ ഉൾപ്പെടുത്തിയ ആപ്ലിക്കേഷനാണിത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ അവർക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നേരിട്ട് കാണാം. C-വിജിൽ പൊതുജനങ്ങളിൽ നിന്നും പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണിത്.
സിവിജിൽ ആപ്പ് വഴി ലഭിക്കുന്ന പരാതികൾ കൺട്രോൾ റൂമിൽ നിന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമിതരായ വിവിധ സ്ക്വാഡുകൾക്ക് കൈമാറും. ഈ സ്ക്വാഡുകളാണ് പരാതികൾ പരിഹരിക്കുന്നത്. പരാതികൾക്ക് 100 മിനിറ്റിനകം പരിഹാരം കാണുന്ന രീതിയിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാനതല ടോൾ ഫ്രീ നമ്പറായ 1950 കൂടാതെ ജില്ലാതല കൺട്രോൾ റൂമിലും അറിയിക്കാം. സക്ഷം: ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നതാണ് ആപ്പിന്റെ ലക്ഷ്യം. വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ വീൽചെയർ സൗകര്യം ആവശ്യപ്പെടാനും പ്രായമായവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിനായി അപേക്ഷിക്കാനും വോട്ടർമാർക്ക് പോളിംഗ് ബൂത്ത് എവിടെയാണെന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ആപ്പ് ഉപയോഗപ്പെടുത്താം. 2026 തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല പൂരം അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാതല യോഗം വിളിച്ചു ചേർത്തത്. തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഏപ്രിൽ 20 നടക്കുന്ന പൂരം കൊടിയേറ്റം മുതൽ ഏപ്രിൽ 27 നടക്കുന്ന ഉപചാരം ചൊല്ലിപ്പിരിയൽ വരെ കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താൻ എല്ലാ വകുപ്പുകളുടെ സഹകരണം നിർബന്ധമാണെന്നും കളക്ടർ പറഞ്ഞു. പൂരം നഗരിയിൽ പോലീസ്, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാസേന, DEOC തുടങ്ങിയ വകുപ്പുകളുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കണം. പൂരം നഗരിയിലെ പന്തലുകളുടെയും കെട്ടിടങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം. പൂരം ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള കുടിവെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തണം. സുരക്ഷയ്ക്ക് ആവശ്യമായ ബാരിക്കേഡുകൾ ഒരുക്കണം. പൂരത്തിനെത്തുന്ന ആനകൾ നിൽക്കുന്ന സ്ഥലവും സഞ്ചരിക്കുന്ന റോഡുകളും കൃത്യമായ ഇടവേളകളിൽ വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് നിയോഗിക്കുന്ന വോളണ്ടിയർമാരുടെ ലിസ്റ്റ് മുൻകൂട്ടി നൽകണം. തേക്കിൻകാട് മൈതാനിയിലും പൂരം എഴുന്നള്ളിപ്പുകൾ വരുന്ന വഴികളിലും സുരക്ഷ ഉറപ്പാക്കണം. ആംബുലൻസ്, സ്ട്രക്ചറുകൾ, മെഡിക്കൽ സംഘം എന്നിവ സജ്ജീകരിക്കണം. പൂരം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യം എന്നിവ ഉറപ്പുവരുത്തണം. ആനകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ കൃത്യതയോടെ നടപ്പിലാക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ADM R മനോജ്, ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദായ നികുതി ആന്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് നൽകണം. ട്രഷറിയിൽ നിന്ന് നേരിട്ടും ബാങ്ക് മുഖേനയും പെൻഷൻ കൈപ്പറ്റുന്ന കേരള സംസ്ഥാന പെൻഷൻകാർ ആദായ നികുതി നിയമം 2026-27 പ്രകാരം കുറവ് വരുത്തേണ്ടതായ ആദായ നികുതി സംബന്ധിച്ച ആന്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് മാർച്ച് 31 മുൻപായി ബന്ധപ്പെട്ട ട്രഷറിയിൽ സമർപ്പിക്കുകയോ pension@kerala.gov.in സ്റ്റേറ്റ്മെന്റ് സ്കാൻ ചെയ്ത് അയക്കുകയോ pension.treasury.kerala.gov.in പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വീഡിയോ പ്രചാരണ വാഹന അനുമതി. ട്രാൻസ്പോർട്ട് നോഡൽ ഓഫീസറെ നിയമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ വീഡിയോ വാഹനങ്ങൾക്ക് NOC ഫോർ വീഡിയോ വാൻ അനുമതി നൽകുന്നതിനും മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ ട്രാൻസ്പോർട്ട് നോഡൽ ഓഫീസറായി മാനന്തവാടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK നജീബ് നിയമിതനായി. മെയ് 7, 2026 വരെയാണ് ഇദ്ദേഹത്തിന്റെ നിയമന കാലാവധി. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ഇനി ഒരു പ്രവൃത്തി ദിവസം മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാർച്ച് 23 തിങ്കളാഴ്ച അവസാനിക്കും. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 24 ചൊവ്വാഴ്ച നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26 വോട്ടെടുപ്പ് ഏപ്രിൽ 9 വോട്ടെണ്ണൽ മെയ് മാസം 4 ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.